താമരക്കുളത്ത് പന്നിക്കിടയിൽ നിന്നും ഷോക്കേറ്റ് കർഷകൻ മരിച്ച സംഭവം പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയും കോൺഗ്രസിനെതിരെയും നടത്തുന്ന പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പന്നിശല്യത്തിനെതിരെ യഥാസമയം പഞ്ചായത്ത് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണുവും അംഗങ്ങളായ പി ബി ഹരികുമാറും മന്മഥനും പറഞ്ഞു. അപകീർത്തികരമായ പ്രസ്താവനകളുമായി രംഗത്തെത്തിയവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. ഇന്നലെ താമരക്കുളത്ത് ഉണ്ടായ വൈദ്യുത വേലിയിൽ നിന്നും ഷോക്കേറ്റ് ഒരു കർഷകൻ മരിക്കുകയുണ്ടായി. ദാരുണമായ സംഭവമാണ്. ആ സംഭവത്തിൽ ഗ്രാമപഞ്ചായത്തിനെല്ലാം ആദരാഞ്ജലിയുടെ ദിവസത്തിൽ അർപ്പിക്കുകയാണ്. ഈ വൈദ്യുതി വേലിയിൽ നിന്ന് ഷോക്കടിക്കാൻ കാരണക്കാരായ അവരുടെ ഈ പ്രവൃത്തിയാണ് ഇത്തരത്തിൽ ദാരുണമായ സംഭവം ഉണ്ടാക്കാൻ കാരണം. ഒരിക്കലും അങ്ങനെ വൈദ്യുതി വേലി കടത്തിവിട്ട് പന്നിയെ കൊല്ലാൻ ആരും പറയുകയോ ആരും എടുക്കുകയോ അങ്ങനെ ചെയ്യരുതെന്ന് പല പ്രാവശ്യം ഗവൺമെൻറ്റും ഡിപ്പാർട്ട്മെൻറ്റും പഞ്ചായത്തുകളൊക്കെ ആവർത്തിക്കുമ്പോഴും ഇത്തരത്തിൽ ഒരു ദാരുണമായ പ്രവർത്തനം കാണിച്ചാൽ അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. ഇപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവിടെ ഒരാൾ മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് പലർക്കും ഇത് ബോധ്യമുള്ളതായിരുന്നു. പക്ഷെ അവരെല്ലാം ഇത് മറച്ചു വെക്കുന്ന ഒരവസ്ഥയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പന്നികളെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം 30-ാം തീയതി നമ്മൾ ചത്തിയറ വെച്ച് വീണ്ടും ഒരു പന്നിയെ വെടിവെച്ച് കൊന്നു. പച്ചക്കാട്ടിൽ വെച്ചൊരു പന്നിയെ വെടിവെച്ച് കൊന്നു. അത്തരത്തിൽ പരമാവധി പന്നിയെ വെടിവെച്ച് കൊല്ലാൻ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ കൃഷിവകുപ്പ് മുഖാന്തരം കഴിഞ്ഞ വർഷം നമ്മൾ പദ്ധതിയിൽ ബോറോവപ്പ് എന്ന് പറയുന്ന ഈ കൃഷിപ്പുരയിടത്തിൽ ഇതിൻ്റെ കാട്ടുപന്നി വരാതിരിക്കാനുള്ള കെട്ടിത്തൂക്കുന്ന ഒരു തരം കെമിക്കൽ പൗഡർ കർഷകർക്ക് കൊടുത്തു. അതും ഫലപ്രദമായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സൗരോർജ്ജ വേലി വെച്ചു, സോളാർ വേലി. പക്ഷേ ആ സോളാർ വേലി ഫലപ്രദമാണ്. ആ സോളാർ വേലി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പദ്ധതി വെച്ചെങ്കിൽ 5 ലക്ഷം രൂപ ആദ്യമായിട്ട് നമ്മൾ പ്രാഥമിക വേണ്ടി വെച്ചു. പക്ഷേ 14 കർഷകരെ മുന്നോട്ട് വന്നുള്ളൂ. 14 കർഷകരുടെ പുരയിടത്തിൽ ഏകദേശം 5 ഏക്കറോളം സ്ഥലത്ത് നമ്മൾ ഈ സോളാർ വേലി സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ രാഷ്ട്രീയ വിശദീകരണ യോഗം താമരക്കുളം ജംഗ്ഷനിൽ നടത്തി ഈ നാട്ടിലെ ജനങ്ങളോട് കൃത്യമായി കാര്യങ്ങൾ പറയും. ഗവൺമെൻറ് അവരെ സഹായിക്കാത്തതും കർഷകർക്ക് ഒന്ന് നിങ്ങൾ ആലോചിക്കണം. ഇന്ന് ഈ മൺസൂൺ കാലത്തെ മഴ കഴിഞ്ഞിട്ട് 1 രൂപ നമ്മുടെ കൃഷിഭവനിൽ നിന്ന് ആനുകൂല്യങ്ങൾ ഒരു നഷ്ടപരിഹാരം ഒന്നും അതിനെ കൊടുക്കുന്നില്ല. അപ്പോൾ അത്രയും ഗുരുതരമായ പ്രശ്നം നിൽക്കുന്ന ഒരു നാട്ടിൽ ശ്രദ്ധ മൊത്തം വേറൊരു രീതിയിലേക്ക് തിരിച്ചുവിടാൻ ഒരു മരണത്തെ ഉപയോഗിച്ചു എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിഷേധം. ആ പ്രതിഷേധവുമായി ഞങ്ങൾ ജനങ്ങളോട് സംസാരിക്കും ഈ കാര്യത്തിൽ ശക്തമായി എന്ന് ഞാൻ പറയാം. പച്ചക്കാടിൽ 2 ദിവസം മുമ്പുണ്ടായ അനധികൃതമായി സ്ഥാപിച്ച വൈദ്യുത വേലിയിൽ നിന്നും ഷോക്കേറ്റ് പന്നിക്കിണികൾ ഉണ്ടാക്കി വെച്ച് ഷോക്കേറ്റ് മരിച്ച ആ പ്രിയപ്പെട്ട വലിയനായ കർഷകൻ്റെ ശിവൻപിള്ള ചേട്ടൻ്റെ മരണത്തിൽ അനുശോചിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ആ നിർധനമായ കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു ആ മരിച്ചുപോയ ശിവൻപിള്ള ചേട്ടൻ. അദ്ദേഹത്തിന് മതിയായ നഷ്ടപരിഹാരം വന്യജീവിയുടെ പ്രശ്നത്തിൻ്റെ മേലാണ് അദ്ദേഹം മരിക്കേണ്ടി വന്നത്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് സംസ്ഥാന ഗവൺമെൻറ് കൃത്യമായ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് ഞങ്ങൾ ഒന്നടങ്കം പഞ്ചായത്ത് UDF രചനാജനകമായ ഒരു കാര്യമാണ് ഇന്നലെ സംഭവിച്ചത്. പാവപ്പെട്ട ഒരു കർഷകന്റെ ദാരുണമായ ഒരു അന്ത്യം. അത് ഇതിൻ്റെ പിന്നിൽ ആരായാലും ശരി അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വേണ്ടത്ര ശിക്ഷ കൊടുക്കണമെന്നാണ് നമുക്കും പറയാനുള്ളത്. അതുപോലെ തന്നെ ആ പാവപ്പെട്ട ഒരു കർഷകന്റെ കുടുംബത്തിന് എത്രയും പെട്ടെന്ന് തന്നെ വേണ്ടത്ര ധനസഹായം നൽകണമെന്നും ആവശ്യപ്പെടുന്നു. ആ രീതിയിൽ ഒരു കുപ്രചരണം അഴിച്ച് കോൺഗ്രസിൻ്റെ നേതാവാണ്. പക്ഷെ ഒരു കാരണവശാലും കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനത്ത് അദ്ദേഹം ഇല്ല. ആ കാര്യത്തിൽ വാർഡ് പ്രസിഡന്റും ആയിട്ടില്ല, മുൻപുമായിട്ടില്ല, വാർഡ് പ്രസിഡന്റും അല്ല, പാർട്ടി പരിപാടിക്ക് വരുന്ന ആളല്ല. അപ്പൊ അത് ആ രീതിയിൽ പ്രചരണമാണ് ഈ ചാനലുകൾ നടത്തുന്നത്. പക്ഷെ അത് ബോധപൂർവമായ ഒരു പരമ്പരാഗതമായിട്ട് ഒരു കോൺഗ്രസ്സുകാരൻ പക്ഷെ കോൺഗ്രസിന്റെ നേതാക്കന്മാരാണെന്നുള്ളത് ഒരു കുപ്രചരണം അടിച്ച് കോൺഗ്രസിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ്. അതിന് നിയമപരമായി എന്തെങ്കിലും ചെയ്യാൻ പറ്റും.